ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൂർക്കം വലിയാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുവാനായി നമ്മോടൊപ്പം ഇന്നുള്ള അതിഥി കിംസ് ഹോസ്പിറ്റലിലെ ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജിത്ത് പീറ്റർ ആണ്. നമസ്കാരം സർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വിഷയമാണ് കൂർക്കം വലി എന്നുള്ളത്. ശരിക്കും കൂർക്കം വലി എന്നുള്ളത് എന്താണ്? അത് എങ്ങനെയാണ് ആൾക്കാരിൽ വരുന്നത്? കൂർക്കം വലി എന്ന് പറയുന്നത് ഉറക്കത്തിൽ ശ്വാസം വലിക്കുമ്പം ഉണ്ടാവുന്ന ഒരു അഡീഷണൽ സൗണ്ട്, അതായത് ഒരു ഒച്ച ആണ്. അപ്പോൾ കൂർക്കം വലി പറ്റുന്നത് പല പല കാരണങ്ങൾ കാരണമുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഒരു ഓൾമോസ്റ്റ് 25% ഓഫ് പോപ്പുലേഷൻ, അതായത് ഏതൊരു പോപ്പുലേഷൻ എടുത്താലും ഒരു 25% ആളുകൾക്കും കൂർക്കം വലിയുടെ പ്രശ്നമുള്ളതായിട്ടാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധാരണ ആണുങ്ങൾക്കാണ് കൂർക്കം വലി ഉള്ളത്. പെണ്ണുങ്ങൾക്കും സാധാരണ വരാറുണ്ട്, പക്ഷേ അത് കുറച്ച് ഏജ്ഡ് ആകുമ്പോഴാണ് കൂടുതലും കൂർക്കം വലി വരുന്നത്. അതൊന്ന്. പിന്നെ ഉള്ളത് പിള്ളേർക്ക് കൂർക്കം വലി ഉണ്ടാവാം. അപ്പം കൂർക്കം വലി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഈ ശ്വാസം വലിക്കുന്ന എയർവേ, അതായത് അപ്പർ എയർവേനകത്ത് ഉള്ള ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാരോയിങ് കാരണം വരുന്ന ഒരു റെസിസ്റ്റൻസ് കാരണം വരുന്ന ഒരു അഡീഷണൽ സൗണ്ടാണ് കൂർക്കം വലി എന്ന് പറയുന്നത്. കൂർക്കം വലി ഉണ്ടാവാൻ കാരണങ്ങൾ പലതുണ്ട്. സാധാരണ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് അധികം വണ്ണം വെച്ച് ഒബീസ് ആയിട്ടുള്ള ആളുകൾക്ക് കഴുത്തിലെ ടിഷ്യൂസും ഈ നാക്കിൻ്റെ സൈസും അണ്ണാക്കിൻ്റെ സൈസും മൂക്കിൻ്റെ ഷേപ്പ്, ഇതെല്ലാത്തിൻ്റെയും ഓരോ ചേഞ്ചസ് കാരണമുള്ള അവിടെ നാരോയിങ് വരുന്ന കാരണമുള്ള അഡീഷണൽ സൗണ്ടാണ് കൂർക്കം വലി ഉണ്ടാകാനുള്ള കാരണം. അതിനകത്ത് വേറെ പല കാരണങ്ങളും ഉണ്ട്. അതായത് ഇപ്പം പലപ്പോഴും ഈ അണ്ണാക്കിൻ്റെ സൈസൊക്കെ കാരണം, ഇപ്പം ബോഡി ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പം പെട്ടെന്ന് വണ്ണം വെക്കുമ്പം ഒക്കെ ഈ കൂർക്കം വലി ഉണ്ടാവാൻ ഒരു കാരണമായി മാറാം. പിന്നെ ഉള്ളത് അഡിനോയിഡ്സ് എന്ന് പറയുന്ന മൂക്കിൻ്റെ പുറകിലുള്ള ടോൺസിൽ പോലെയുള്ള ദശ, മൂക്കിനകത്തുള്ള ടിഷ്യൂസിൻ്റെ സൈസ്, നാക്ക് പുറകിലോട്ട് വീഴുന്ന കാരണം, ഇതെല്ലാം കാരണങ്ങൾ കൂർക്കം വലി വരാം. സർ, കൂർക്കം വലി വരുന്നതിൽ പ്രായത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതായത് കുട്ടികളിൽ വരുമോ, അതോ ഒരു പ്രായം കഴിഞ്ഞേ വരാറുള്ളൂ? അങ്ങനെ ഒരു പ്രായത്തിനൊരു ഇതുണ്ടോ, ഇമ്പോർട്ടൻസ് ഉണ്ടോ കൂർക്കം വലിയുടെ ഇടയ്ക്ക്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് പ്രായത്തിനകത്തെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് സാധാരണ ടോൺസിലിൻ്റെ സൈസ് വലുതായിട്ടിരിക്കാം. അതുപോലെ തന്നെ മൂക്കിൻ്റെ പുറകിൽ ടോൺസിൽ പോലത്തെ ടിഷ്യൂ ഉണ്ട്, അഡിനോയിഡ്സ് എന്ന് പറയും. അപ്പോൾ ആ ദശയുടെ സൈസ് വലുതായിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അവിടെ നാച്ചുറലി ബ്ലോക്ക് വരുന്ന കാരണം കൂർക്കം വലി ഉണ്ടായിരുന്നിരിക്കാം. അത് കാരണം വാ തുറന്ന് ശ്വാസം വലിക്കുകയും പിള്ളേർ പലപ്പോഴും വാ തുറന്ന് ശ്വാസം വലിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ അഡിനോയിഡ്സ് കാരണമുള്ള പ്രശ്നങ്ങൾ കാരണമുള്ള. അപ്പം അതൊരു കാരണമാവാം കൊച്ചു പിള്ളേർക്ക്. പക്ഷേ ഈ കൊച്ചു പിള്ളേർ തന്നെ ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പം ഈ അഡിനോയിഡ് ടിഷ്യൂ ചുരുങ്ങി പോകുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പം കൂർക്കം വലി കുറഞ്ഞെന്നിരിക്കും. അതൊന്ന്. പിന്നെ ഉള്ളത് പ്രായത്തിൽ ആക്റ്റീവ് ആൻഡ് ഒരു നാച്ചുറലി ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് സാധാരണ കൂർക്കം വലി കുറവായിരിക്കും. ബിക്കോസ് അവർ നല്ല ബോഡി ടോൺഡ് ആയിട്ടിരിക്കുന്ന കാരണം കൂർക്കം വലിയ തൊണ്ടയുടെ പുറകിലുള്ള ടിഷ്യൂസിൻ്റെയൊക്കെ കൊളാപ്സിങ് നേച്ചറൊക്കെ കുറവായിരിക്കും. അതൊന്ന്. പക്ഷേ കുറച്ച് പ്രായമാകുമ്പം അല്ലെങ്കിൽ വണ്ണം വെക്കുന്ന ആളിൽ, ഇപ്പം യങ് ആയിട്ടുള്ള ആളിലാണെങ്കിലും വണ്ണം കൂടുതലുള്ള ആളിലാണെങ്കിൽ അവിടെ ടിഷ്യൂസൊക്കെ ഭയങ്കര റിലാക്സ് ആയിരിക്കും. അത് ഉള്ളിലോട്ട് വീഴാനുള്ള, ശ്വാസം വലിക്കുമ്പോൾ ഉള്ളിലോട്ട് കൊളാപ്സ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം കൂർക്കം വലി കൂടുതലായിട്ട് വരും. പിന്നെ പ്രായമാകുമ്പം നാച്ചുറലി ബോഡിയുടെ ടിഷ്യൂസും മസിൽസും എല്ലാം റിലാക്സായി ടോൺ കുറയുന്ന കാരണം കൂർക്കം വലി കൂടും. ഇതെല്ലാമാണ് കാരണങ്ങൾ. സർ, ഈ കൂർക്കം വലി എന്നുള്ളത് ഒരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു അപകടം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടമായിട്ട് കാണേണ്ടത് ഏത് സമയത്താണ്? അപ്പം കൂർക്കം വലിയുടെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പം, അത് ഉറക്കത്തിൽ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പം
പെട്ടെന്ന് ശ്വാസം നിന്ന് പോവുക. അപ്പോൾ ഇതിനകത്ത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഈ പറയുന്ന കൂർക്കം വലി ഉള്ള ആളുകൾക്ക് ഉറങ്ങുന്ന സമയത്ത് ശ്വാസത്തിന് തടസ്സം വരുന്ന കാരണം ശ്വാസം നിന്ന് പോകുന്ന ഒരു കണ്ടീഷനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു ഹെൽത്ത് നമ്മുടെ ജീവന് തന്നെ പ്രശ്നം ഉണ്ടാക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസസ്സാണ്. അവിടെ ശ്വാസം വലിക്കുന്ന ട്രാക്റ്റിനകത്തൊരു ബ്ലോക്ക് വരുന്ന അല്ലെങ്കിൽ നാരോയിങ് വരുന്ന കാരണമാണ് അവിടെ ഒരു ബ്ലോക്ക് വരുന്നത്, അപ്പം ഒബ്സ്ട്രക്ഷൻ വരുന്നത്. അതാണ് ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കത്തിനകത്ത് ഇത് പറ്റുമ്പം കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് ശ്വാസം നിന്ന് പോകുന്നു. അപ്പോൾ നിന്ന് പോകുമ്പം നാച്ചുറലി ഓക്സിജൻ നമ്മുടെ ശരീരത്തിലോട്ടുള്ള ഓക്സിജൻ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ കുറയുമ്പോൾ നാച്ചുറലി ഹാർട്ട് കൂടുതൽ ഫങ്ഷൻ ചെയ്യേണ്ടി വരും. അത് കാരണം സെക്കൻഡറി പ്രോബ്ലംസ്, അതായത് ഹൈപ്പർ ടെൻഷൻ കൂടാം, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ കൂടാം, ഡയബറ്റീസ് കൂടാം. അതൊക്കെ ബോഡിക്ക് സ്ട്രെസ് കൂടുതൽ വരുന്ന കാരണം ഡയബറ്റീസും കൂടാം. അങ്ങനെ എല്ലാ ഹോൾ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ ബ്രെയിനിലോട്ട് രക്തോട്ടം കുറയുന്നു. അതിപ്പോൾ ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ തന്നെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. സോ ഇത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതായത് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൂർക്കം വലിയുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത്? അപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എങ്ങനെ എവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം എവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നോക്കുന്ന ഏതൊക്കെ ലെവലിലാണ് ബ്ലോക്ക് വരുന്നത്. അപ്പം അതിന് ഒരു ബേസിക് ENT എക്സാമിനേഷൻ ചെയ്യും. ENT എക്സാമിനേഷനകത്ത് മൂക്ക് പരിശോധിക്കും, മൂക്കിനകത്ത് തടസ്സം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. മൂക്കിനകത്തുള്ള പാലത്തിൻ്റെ വളവും ഉള്ള ടിഷ്യൂസിൻ്റെ തടിപ്പൊക്കെ നോക്കും. പിന്നെ മൂക്കിൻ്റെ പുറകിലുള്ള ഏരിയ, അതായത് നേസോഫാരിങ്സ് എന്ന് പറയുന്ന ഏരിയയിൽ അവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ഈ സോഫ്റ്റ് പാലറ്റ്, അണ്ണാക്കിൻ്റെ ലെവലിലുള്ള എങ്ങനെയുണ്ട്, അവിടെ ടിഷ്യൂസ് കൊളാപ്സ് ചെയ്യുന്ന എങ്ങനെയുണ്ടെന്ന് നോക്കും. പിന്നെ നാക്കിൻ്റെ പുറകിലുള്ള നാക്കിൻ്റെ സൈസ് വലുതോ അല്ലെങ്കിൽ നാക്ക് പെട്ടെന്ന് പുറകിലോട്ട് വീഴാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഇതെല്ലാമാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു എൻഡോസ്കോപ്പി വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ എവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ഓവർനൈറ്റ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും. ഓവർനൈറ്റ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് രാത്രി വന്ന് ഇപ്പം ഇങ്ങനെ സ്ലീപ്പ് ആപ്നിയയുടെ ടെൻഡൻസി ഉള്ള ആളുകളെ നമ്മൾ വിളിച്ച് രാത്രി വന്ന് അഡ്മിറ്റ് ആകാൻ പറയും. ഒരു സ്ലീപ്പ് ലാബിൽ അഡ്മിറ്റ് ചെയ്തിട്ട് രാത്രി അവിടെ ഓക്സിജൻ സാച്ചുറേഷൻ, നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ടും ECG അങ്ങനെ കുറേ ലീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് രാത്രി ഉറങ്ങിയേച്ച് അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാം രാവിലെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുകയും ഈ പാരാമീറ്റേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും അതായത് ഓക്സിജൻ എന്തോരം വീഴുന്നുണ്ടെന്ന് നോക്കും, ഹാർട്ട് റേറ്റ് എന്തോരം കൂടുന്നുണ്ടെന്ന് നോക്കും. അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും സ്റ്റഡി ചെയ്തിട്ട് ഒരു പോളിസോംനോഗ്രാം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് എന്തോരം മോശമാണ് പ്രശ്നം, എന്തോരം സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണെന്ന് അറിയുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് നമ്മൾ എന്തോരം ഏതൊക്കെ ലെവലിലാണ് ബ്ലോക്ക് ഉള്ളതെന്ന് ആദ്യം എക്സാമിൻ ചെയ്യും. അത് എൻഡോസ്കോപ്പി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഒബീസ് നല്ല വണ്ണമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷനാണ്. വെയിറ്റ് റിഡക്ഷൻ അല്ലാതെ വേറെ വഴിയില്ല. അത് ഹാവ് ടു റെഡ്യൂസ് വെയിറ്റ്. അപ്പോൾ അത് ഒരു മെയിൻ അഡ്വൈസാണ്. പിന്നെ ആൽക്കഹോൾ എടുക്കുന്ന ആളിലാണെങ്കിൽ ആൽക്കഹോൾ നിർത്താൻ പറയും, ആൽക്കഹോൾ കുറയ്ക്കാനും നിർത്താനും പറയും. ബിക്കോസ് അതെല്ലാം ടിഷ്യൂസിനെ ലാക്സ് ആക്കുകയും സ്ലീപ്പ് ആപ്നിയ കൂട്ടുകയും ചെയ്യും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ലൈൻ, അതായത് സർജറി അല്ലാത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ചെയ്യുന്നത് പോസിറ്റീവ് എയർവേ പ്രഷർ, അത് കണ്ടിന്യൂസ് CPAP എന്ന് പറയും. CPAP അല്ലെങ്കിൽ ഓട്ടോപാപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ കൊടുക്കുന്ന മെഷീൻ വെച്ചിട്ട്, അതൊരു സ്ലീപ്പിംഗ് മെഷീൻ എന്ന് പറയാൻ വേണമെങ്കിൽ, അതൊരു മൂക്കിനകത്തൊരു നോസിൽ കാണും. അത് വെച്ചിട്ട് ഈ മെഷീൻ ഒരു ബേസിക് ഒരു പമ്പാണ്. അത് നമ്മുടെ ശ്വാസകോശ എയർവേനെ ഓപ്പണായിട്ട് വെക്കാനായിട്ട്, കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓപ്പണായിട്ട് വെക്കാനായിട്ട് ഉള്ളൊരു മെഷീനാണ്. ആ മെഷീൻ വെച്ച് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എന്നും രാത്രി ഉപയോഗിക്കേണ്ട ഒരു മെഷീനായിട്ട് മാറാതെ, അപ്പം അത് ഉപയോഗിച്ചാൽ
ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയൊക്കെ ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പലപ്പോഴും ഈ CPAP മെഷീൻ ഉപയോഗിച്ചാലും ഇതിനകത്തൊരു പ്രഷർ സെറ്റിംഗ് ഉണ്ട്. ആ പ്രഷർ ഭയങ്കര ഹൈ സെറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതെന്തായാലും നമ്മൾ സർജറി തന്നെ വേണ്ടി വന്നേക്കാം. പക്ഷേ ഞാൻ എഗെയിൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വെയിറ്റ് കൂടുതലുള്ള ആളിലാണെങ്കിൽ വെയിറ്റ് എന്തായാലും കുറച്ചേ പറ്റൂ. അപ്പോൾ അത് ഒരു വെരി അഗ്രസീവായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. സർ, ഈ CPAP മെഷീൻ്റെ കാര്യം സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. CPAP മെഷീൻ നമ്മൾ ഇപ്പോൾ സാർ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ആദ്യം തന്നെ ഈ CPAP മെഷീൻ യൂസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഈ ആദ്യം സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് CPAP മെഷീൻ വെച്ചിട്ടൊരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യും. അപ്പോൾ അറിയാം എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട്, എന്തോരം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രഷർ സെറ്റിങ്ങും അങ്ങനെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ജനറൽ അഡ്വൈസായിട്ട് തരാനുള്ള CPAP മെഷീൻ യൂസ് ചെയ്യുമ്പം